Hi all. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കാറ്ററിംഗ് എന്നുള്ള മൊഡ്യൂളിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേതിൽ നമ്മൾ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനെ കുറിച്ച് ഒരു നല്ലൊരു ഐഡിയ ഉണ്ടാക്കി. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എന്തായാലും നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് കാണാൻ പോവുകയാണ്. ജസ്റ്റ് പാർഷ്യൽ വേവ് അനാലിസിസ് ഓർ ലോ എനർജി സ്കാറ്ററിംഗ്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ദ വെലോസിറ്റി ഓഫ് ദ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ ഈസ് വെരി ലോ. അപ്പം അങ്ങനെ ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ എനർജി അല്ലെങ്കിൽ വെലോസിറ്റി മീൻസ് എനർജി ലോ ആണ്. എനർജി ലോ ആണെങ്കിൽ എന്താണ് ഇതിന് അത്രയും ആ സ്കാറ്ററിംഗ് ക്രോസ് സെൻറ്ററില്ലേ പൊട്ടൻഷ്യൽ സ്കാറ്ററിംഗ് പൊട്ടൻഷ്യൽ സെൻറ്ററിൻ്റെ അടുത്തേക്ക് എന്തില്ല ഈ പാർട്ടിക്കിൾ എത്താനുള്ള അത്രയും എനർജി ഇല്ല ഇതിന്. ഓക്കെ, അപ്പോൾ ഒരു സ്മോൾ റീജിയനിൽ മാത്രമേ ആ ഒരു സെൻറ്ററിൽ എത്തുമ്പോഴത്തേന് തന്നെ എന്ത് ചെയ്യും, ഇതിപ്പോൾ ഇങ്ങനെ സ്കാറ്ററിംഗ് സെൻറ്റർ ഇവിടെ ആണെങ്കിൽ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ വരികയാണ് ഇവിടെ ഈ ഒരു സെൻറ്ററിനെ ഇത് ക്രോസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു റീജിയനിൽ അത് എത്തുന്നതിന് മുന്നുള്ള ആ ഒരു റീജിയനിൽ എന്ത് ചെയ്യും പാർട്ടിക്കിൾ സ്കാറ്റേർഡ് ആവും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പ്രീവിയസ് സ്കാറ്ററിംഗ് പഠിക്കുമ്പോൾ കുറേ ടേംസ് ഇവിടുന്ന് ഇമ്പാക്റ്റ് പാരാമീറ്റർ, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ്, മിനിമം ക്ലോസസ്റ്റ് അപ്രോച്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. അതിൽ ഇമ്പാക്റ്റ് പാരാമീറ്റർ മാത്രം നമുക്ക് ഇവിടെ മതി. ഓക്കെ, എന്തായാലും നമ്മൾ കറസ്പോണ്ടിങ് ശ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതാണ്. ശ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതുമ്പോൾ എന്ത് കിട്ടും, -h²/2m del square psi of RT plus V of x മീൻസ് എക്സ് ഡയറക്ഷനിലാണ് നമ്മുടെ പൊട്ടൻഷ്യൽ ആ സെൻറ്ററിലാണെന്നുള്ളതിലാണ് ജനറലായിട്ട് എഴുതിയതാണ്. V of x into psi of RT which is equal to E psi of, ഇത് V of R എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, E psi of RT. ഓക്കെ, ദെൻ നമ്മൾ പ്രീവിയസ് കേസിൽ നമ്മുടെ എക്സ്പെക്റ്റഡ് സൊല്യൂഷൻ, ഈ ഒരു ശ്രോഡിഞ്ചർ കേസിലുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ഈ ഒരു എക്സ്പെക്റ്റഡ് സൊല്യൂഷൻ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് സൈ സ്കാറ്റേർഡിൻ്റെ വേവ് ഫംഗ്ഷൻ എന്താണ് e⁻ik(z) + f of θ e⁻ikr/r. അപ്പം നമ്മൾ നമ്മുടെ എക്സ്പെക്റ്റഡ് സൊല്യൂഷൻ ഈ ഒരു സൊല്യൂഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ പ്രോബ്ലം അതല്ലെങ്കിൽ പാർഷ്യൽ വേവ് അനാലിസിസ് കൊണ്ടുപോകുന്നത്. അപ്പോൾ പൊട്ടിറ്റസ് ഇക്വേഷൻ നമ്പർ 1 ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഇത് SPCയിലാണ് അല്ലെങ്കിൽ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലാണ് നമ്മുടെ ഈ പ്രോബ്ലം ചൂസ് ചെയ്ത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് e⁻ik(z) നമുക്ക് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലേക്ക് എക്സ്പാൻഡ് ചെയ്യണം. അപ്പം e⁻ik(z) പറഞ്ഞാൽ എന്താണ്, ഫ്രീ ശ്രോഡിഞ്ചർ ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലുള്ള ഫ്രീ പാർട്ടിക്കിളിൻ്റെ ശ്രോഡിഞ്ചർ ഇക്വേഷനാണ് എന്ത് ശ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് എന്ത് e⁻ik(z). അപ്പം നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീ പാർട്ടിക്കിളിൻ്റെ ശ്രോഡിഞ്ചർ ഇക്വേഷൻ ഇൻ SPC സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് രണ്ടും ഇക്വേറ്റ് ചെയ്യുക അല്ലെങ്കിൽ രണ്ടും എക്സ്പാൻഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിനാണ് പാർഷ്യൽ വേവ് അനാലിസിസ് പറയുക. അല്ലെങ്കിൽ പാർഷ്യൽ വേവ് അനാലിസിസ് മീൻസ് ദ എക്സ്പാൻഷൻ ഓഫ് e⁻ik(z) ഇൻ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ഈസ് നോൺ ആസ് ദ പാർഷ്യൽ വേവ് അനാലിസിസ്. സോ ദ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പാർഷ്യൽ വേവ് അനാലിസിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെയാണ് സ്കാറ്ററിംഗ് സെൻറ്റർ എങ്കിൽ സ്കാറ്ററിംഗ് സെൻറ്റർ എത്തുന്നതിന് മുന്നേ അതെന്ത് ചെയ്യും, സ്കാറ്ററിംഗ് സംഭവിക്കും. അപ്പം ഓരോ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ വരികയാണ്. ഓരോ ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിനും ഡിഫറൻറ്റ് ഇമ്പാക്റ്റ് പാരാമീറ്ററാണ്. അത് ഇമ്പാക്റ്റ് പാരാമീറ്റർ ലെറ്റർ B. ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്നാൽ ആ ഒരു പോയിൻ്റിൽ നിന്ന് അതിൻ്റെ സ്കാറ്ററിംഗ് സെൻറ്ററിലേക്കുള്ള ആ ലീനിയർ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസാണ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസാണ് എന്ത് ഇമ്പാക്റ്റ് പാരാമീറ്റർ. അപ്പം ഓരോ പാർട്ടിക്കിളിനും ഡിഫറൻറ്റ് ഇമ്പാക്റ്റ് പാരാമീറ്റർ ഉണ്ടാവുക. അപ്പം ഈ ഡിഫറൻറ്റ് ഇമ്പാക്റ്റ് പാരാമീറ്ററുള്ള പാർട്ടിക്കിൾ വരുമ്പോൾ കറസ്പോണ്ടിങ് ആംഗുലാർ മൊമെൻറ്റം എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. ആംഗുലാർ മൊമെൻറ്റം L = mvr അല്ലേ. അപ്പം ഈ ഇപ്പോൾ ഈ ഒരു കറസ്പോണ്ടിങ് R1 ഇത് R2 ആണ് R1-നേക്കാളും കൂടുതലാവുക. അപ്പോൾ ഇമ്പാക്റ്റ് പാരാമീറ്റർ കൂടുന്നതിനനുസരിച്ച് ആംഗുലാർ മൊമെൻറ്റം എന്ത് ചെയ്യും, കൂടും. ഇഫ് ദ ആംഗുലാർ മൊമെൻറ്റം ഈസ് ലാർജ് ദ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ L ഷുഡ് ബി ലാർജ്. അപ്പം നമ്മൾ ഒരു പ്ലെയിൻ വേവ് ഇൻഫിനിറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മുടെ e⁻ik(z) നമ്മൾ എന്ത് ചെയ്യുക, പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റി എഴുതുക. അപ്പം ഇവിടെ e⁻ik(z) എന്നുള്ളത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലുള്ള ഫ്രീ പാർട്ടിക്കിൾ ശ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. ഇത് SPCയിലുള്ള ഫ്രീ പാർട്ടിക്കിൾ ശ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ടേമിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫോർ എ പ്ലെയിൻ വേവ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി നമ്മൾ എന്ത് ചെയ്യും, ഇറ്റ് ഈസ് എ കൺസിഡർ ഓഫ് ഡിഫറൻറ്റ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ സം ഓഫ് വേവ്സ് വിത്ത് ഡിഫറൻറ്റ് ആംഗുലാർ മൊമെൻ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത് പാർഷ്യൽ വേവ് അനാലിസിസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്രീ പാർട്ടിക്കിളിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. അത് എന്താ വെച്ചാൽ e⁻ik z പറഞ്ഞാൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലുള്ള ഫ്രീ പാർട്ടിക്കിൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. അപ്പം ആദ്യം ഇതിനെ നമുക്ക് എസ് പി സിയിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യണം. സോ ഫ്രീ പാർട്ടിക്കിൾ ഇക്വേഷൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഈസ് -h²/2m del square psi of x into e psi of x ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഡെൽ സ്ക്വയർ പറഞ്ഞാൽ ലാപ്ലേഷ്യൻ ആണ്, എസ് പി സിയിലേക്ക് എഴുതാം. Del square in SPC is equal to 1 by r square dou by dou r of r square dou by dou r plus 1 by r square of 1 by sin theta dou by dou theta of sin theta dou by dou theta plus 1 by sin square theta dou square by dou phi square. അപ്പോൾ നമ്മൾ ഈ ഡെൽ സ്ക്വയറിൻ ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്താവും? ജസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? -h²/2m 1 by r square dou by dou r of r square dou psi by dou r plus 1 by r square 1 by sin theta dou by dou theta of sin theta dou psi by dou theta plus 1 by sin square theta dou square psi by dou phi square which is equal to e psi. Okay, we have again the L square. L square means square of the angular momentum operator in SPCS. L square is equal to -h² by 1 by sin theta dou by dou theta sin theta dou by dou theta plus 1 by sin square theta dou square by dou phi square. So ഇത്രയും ടേം ഈ ബ്രാക്കറ്റ് സെക്കൻഡ് ബ്രാക്കറ്റിലുള്ള ഈ ടേമും h² കമ്പൈൻ ചെയ്താൽ എൽ സ്ക്വയർ കിട്ടും. അപ്പോൾ നമ്മൾ അതൊന്ന് ജസ്റ്റ് ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ എൽ സ്ക്വയർ ചെയ്യുക. അപ്പോൾ അത് നമുക്ക് അത്രയും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് കിട്ടുക. ദെൻ വി ഗെറ്റ് -h²/2m r square dou by dou r of r square dou psi by dou r square. then 1 by ഇവിടെ 2m r square കൂടെ എഴുതിയിട്ടുണ്ട്. ബാക്കി ഇത്രയും ഈ -h² into this bracket becomes L square. So plus L²/2m r square psi is equal to e psi. ഓക്കെ, നമ്മൾ ഇനി പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് സ്ഫെറിക്കൽ ഹാർമോണിക്സ് യൂസ് ചെയ്തിട്ടാണ്. using spherical harmonics we can write psi of r theta phi as r of r into ylm theta phi. So ഈ സ്ഫെറിക്കൽ ഹാർമോണിക്സ് നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? -h²/2m r dou by dou r of r square into dou by dou r plus L²/2m r square of r of r ylm theta phi which is equal to e r of r ylm theta phi. when L² ylmൽ ആക്ട് ചെയ്താൽ എന്താ കിട്ടുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്. L² acting on the L² operator L² acting on ylm theta phi we get L into L plus 1 h² as the eigenvalue then ylm theta phi. then substitute ചെയ്യുക. again ഞാനിവിടെ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് കിട്ടും? -h²/2m r square dou square by dou r square plus നെക്സ്റ്റ് r സ്ക്വയറിനെ ചെയ്യുമ്പോൾ 2r dou by dou r plus L into L plus 1 h²/2m r square എന്ത് L സ്ക്വയർ ആക്ട് ചെയ്യുമ്പോൾ of r of r ylm theta phi which is equal to e into r of r ylm theta phi. ഒരു ചെറിയ റീഅറേഞ്ച്മെൻറ്റ് ജസ്റ്റ് r സ്ക്വയർ ഒക്കെ ഇവിടെ ക്യാൻസൽ ചെയ്യാണ്ട് അപ്പം -h²/2m dou square by dou r square plus 2 by r dou by dou r plus L into L plus 1 h²/2m r square r of r ylm theta phi which is equal to e into r of r ylm theta phi. Just the whole equation is multiplied with -2m by h² and rearranging the equation we get dou square by dou r square plus 2 by r dou by dou r minus ഇവിടെ -2m by h² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഒരു മൈനസ് വരും. -L into L plus 1 by r square പ്ലസ് റൈറ്റ് ഹാൻഡ് സൈഡിലെ ടേം പ്ലസ് ഇവിടെ മൈനസ് കൊണ്ട് മൈനസ് ചെയ്യും. അത് LHSലേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് ആവും. പ്ലസ് 2me by h² of r of r into ylm theta phi is equal to 0. We have the wave number k square is equal to 2me by h² for free particle. Then again substitute ചെയ്യുമ്പോൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ dou square by dou r square plus 2 by r dou by dou r plus k square minus L into L plus 1 by r square of r ylm theta phi is equal to 0. Put it as equation number 2. Equation number 2ൻ്റെ സൊല്യൂഷൻ ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് മുന്നേ ഇതൊരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. എന്താണ് സ്പെഷ്യൽ ഫംഗ്ഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സ്ഫെറിക്കൽ ബെസൽ ഫംഗ്ഷനും സ്ഫെറിക്കൽ ന്യൂമാൻ ഫംഗ്ഷനും. അപ്പം ഇതൊരു സ്ഫെറിക്കൽ ബെസൽ ഫംഗ്ഷനും ആണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കറസ്പോണ്ടിങ് സ്ഫെറിക്കൽ ബെസൽ ഫംഗ്ഷനും അതിനെ റെപ്രസെൻ്റ് ചെയ്ത് JL of KR ആൻഡ് സ്ഫെറിക്കൽ ന്യൂമാൻ ഫംഗ്ഷൻ വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ NL of KR. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ JL of KR plus NL of KR എഴുതാം. പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇത് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ അല്ലേ. ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ നമ്മൾ ഒറിജിനിലാണ് നമ്മുടെ സ്കാറ്ററിങ് സെൻറ്റർ എടുക്കുന്നത്. അപ്പോൾ ഒറിജിനിൽ സ്ഫെറിക്കൽ ന്യൂമാൻ ഫംഗ്ഷൻ എന്ത് ചെയ്യും? വാനിഷ് ആവും.
സോ നമ്മൾ ഓൺലി കൺസിഡർ ദ സൊല്യൂഷൻ എന്താണ് സ്ഫെറിക്കൽ ബെസൽ ഫംഗ്ഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടാണ് സ്ഫെറിക്കൽ ന്യൂമൻ ഫംഗ്ഷൻ ഒറിജിനിൽ വാനിഷ് ആയി പോകുന്നുണ്ട്. Then R of R is equal to JL of KR. Then psi can be written as JL of KR YLM theta phi. അപ്പോൾ നമ്മളിതൊക്കെ നമ്മുടെ ഇ റൈസ് ടു ഐ കെ സെറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇ റൈസ് ടു ഐ കെ സെറ്റ് നമ്മൾ അവിടെ നിന്നല്ല തുടങ്ങിയത്. ഇ റൈസ് ടു ഐ കെ സെറ്റ് പറഞ്ഞാൽ കാർട്ടീഷ്യനിലുള്ള സ്ട്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ഫ്രീ പാർട്ടിക്കിൾ സ്ട്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. അത് നമുക്ക് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലെ ഒരു സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യണം. ദെൻ വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് സിഗ്മ എൽ എം ഇസ് ഈക്വൽ ടു 0 to infinity ALM of JL of KR into YLM of theta phi. ഓക്കെ, ഇവിടെ ഇതൊരു കോഎഫിഷ്യൻ്റ് ആണ് വിച്ച് വാരീസ് വിത്ത് ദ വാല്യൂ ഓഫ് എൽ ആൻഡ് എം. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പാർട്ടിക്കിൾ എന്താണ് എലോങ് സെഡ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത് ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ സെഡ് ഡയറക്ഷനിലായിരിക്കും വരിക, ഇതല്ലായിരുന്നു സെഡ് ഡയറക്ഷൻ. അപ്പോൾ വരുന്ന എക്സ് ഡയറക്ഷൻ ഇത് വൈ, ഇത് സെഡ്, ഇത് എക്സ് ഡയറക്ഷൻ. ഓക്കെ, ഈ ഒരു ഇവിടെ 6 XY ആക്സിസിൽ ഉണ്ടാക്കുന്നതായിരുന്നു പ്രൊജക്ഷൻ. ആ പ്രൊജക്ഷനുമായിട്ട് എക്സ് ആക്സിൽ ഉണ്ടാക്കുന്ന ആംഗിളായിരുന്നു എന്ത് ഫൈ. അപ്പോൾ സെഡ് ഡയറക്ഷനിൽ അലോങ് വരുന്ന ആൾ ഈ ഒരു ഫൈനെ എന്ത് ചെയ്യുന്നില്ല ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫൈ. അപ്പോൾ നമ്മൾ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് അത് നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സെഡ് ഡയറക്ഷനിലാണ് വരിക. അപ്പോൾ ഫൈനെ എന്ത് ചെയ്യുന്നില്ല ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മീൻസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫൈ. ഇപ്പോൾ നമ്മൾ സെഡ് ഡയറക്ഷനിലുള്ള ആംഗുലാർ മൊമെൻറ്റം കൺസിഡർ ചെയ്യുകയാണ്. അവിടെ സൈ എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സൈ ഫൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സൈ എന്ന് പറയുന്നത് ഫൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ സെഡ് ഡയറക്ഷനിലെ ആംഗുലാർ മൊമെൻറ്റം കൺസിഡർ ചെയ്യുകയാണ്. That is Lz psi is equal to, we have the expression for Lz as minus IH cut dou psi by dou phi, which is equal to psi is independent of phi, then which becomes 0. That is Lz psi means Lz ആക്ട് ചെയ്യുമ്പോൾ എം എച്ച് കട്ട് വിച്ച് ഈസ് ഈക്വൽ ടു 0 റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് എടുത്തെഴുതി. ദാറ്റ് ഈസ് എം ഇസ് ഈക്വൽ ടു 0. ദെൻ ആ ഒരു എമ്മിൻ്റെ വാല്യൂ 0 ആണെന്നുള്ളത് ഇ റൈസ് ടു ഐ കെ സെറ്റിൻ്റെ എക്സ്പാൻഷനിൽ കൊടുത്താൽ ഇ റൈസ് ടു ഐ കെ സെറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ എൽ എം ഇസ് ഈക്വൽ ടു എന്ന് കൊടുത്തില്ല. എന്നാൽ എൽ ഇസ് ഈക്വൽ ടു 0 to infinity കൊടുത്താൽ അത് എം എന്താണ് 0 ആണ്. എ എൽ ഓഫ് 0 ഓഫ് കെ, ജെ എൽ ഓഫ് കെ ആർ, വൈ എൽ ഓഫ് 0 വൈ എൽ 0 ഓഫ് തീറ്റ ഫൈ. പൊട്ടിട്ടാസ് ഇക്വേഷൻ നമ്പർ 3. ഇനി ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. സ്ഫെറിക്കൽ ഹാർമോണിക്സിൻ്റെ ഒരു വലിയൊരു ജനറൽ ഫോർമുല ഉണ്ട്. അതിൽ പുട്ട് എം ഇസ് ഈക്വൽ ടു 0 കൊടുത്താൽ വൈ എൽ 0 ഓഫ് തീറ്റ ഫൈ ഇസ് ഈക്വൽ ടു √2l+1 ഡിവൈഡഡ് ബൈ 4 പി എൽ ഓഫ് കോസ് തീറ്റ. ജസ്റ്റ് ഈ എക്സ്പ്രഷനൊക്കെ ഒന്ന് ബൈ ഹാർട്ട് പഠിക്കണം, കാരണം ഇതിൽ കുറേ ഓർത്ത് വെക്കാനുണ്ട്. ഒക്കെ ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ, റോ ഇസ് ഈക്വൽ ടു കെ ആർ, ആൻഡ് സെറ്റ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. അപ്പോൾ കെ സെറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും, കെ ആർ കോസ് തീറ്റ. വി ഹാവ് കെ ആർ ഇസ് ഈക്വൽ ടു റോ, ദാറ്റ് ഈസ് കെ സെറ്റ് ഇസ് ഈക്വൽ ടു റോ എക്സ്. അപ്പോൾ ഇ റൈസ് ടു ഐ കെ സെറ്റ് ബിക്കംസ് ഇ റൈസ് ടു ഐ റോ എക്സ്, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും, സിഗ്മ എൽ ഇസ് ഈക്വൽ ടു 0 to infinity √2l+1 by 4 എ എൽ 0 ഓഫ് കെ, ജെ എൽ ഓഫ് കെ ആറിന് പകരം റോ, പി എൽ ഓഫ് കോസ് തീറ്റയ്ക്ക് പകരം എക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 4. ഓർ ഇ റൈസ് ടു ഐ റോ എക്സ് ഇസ് ഈക്വൽ ടു ജസ്റ്റ് ഈ ഒരു വാല്യൂവിനെ സി എൽ കൊടുത്തു. ദെൻ സിഗ്മ എൽ ഇസ് ഈക്വൽ ടു 0 to infinity സി എൽ, വേർ സി എൽ ഇസ് ഈക്വൽ ടു √2l+1 by 4 into എൽ 0 ഓഫ് കെ ഇൻറ്റു ബാക്കിയുള്ള ടേം അതേപോലെ എഴുതി, ജെ എൽ ഓഫ് റോ, പി എൽ ഓഫ് എക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 5. ദെൻ ഇതിൻ്റെ വാല്യൂ എക്സ്പെരിമെൻ്റലി അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു ഐ റൈസ് ടു എൽ ഇൻറ്റു ഐ റൈസ് ടു എൽ ആണ്, ഐ റൈസ് ടു എൽ ഇൻറ്റു 2l+1. ദെൻ ഈ ഒരു വാല്യൂ കൂടെ ഐ റൈസ് ടു ഐ റോ എക്സിൽ കൊടുത്താൽ സിഗ്മ എൽ ഇസ് ഈക്വൽ ടു 0 to infinity ഐ റൈസ് ടു എൽ ഇൻറ്റു 2l+1 ജെ എൽ ഓഫ് റോ, പി എൽ ഓഫ് എക്സ്. അപ്പം ഈ ഒരു സീരീസാണ് പാർഷ്യൽ വേവ് എക്സ്പാൻഷൻ, വിച്ച് ഈസ് ട്രൂ ഫോർ ഓൾ റോ. അപ്പം പാർഷ്യൽ വേവ് എക്സ്പാൻഷൻ പറഞ്ഞാൽ എന്താണ്, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലുള്ള ഇ റൈസ് ടു ഐ കെ സെറ്റ്, അതായത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ നമ്മൾ സോൾവ് ചെയ്ത ഫ്രീ പാർട്ടിക്കിൾ ഇൻ സ്ട്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മൾ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സീരീസ് ആയിട്ട് എഴുതുക. അപ്പോൾ ദിസ് സീരീസ് ഈസ് നോൺ ആസ് പാർഷ്യൽ വേവ് എക്സ്പാൻഷൻ. തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇത്രയും ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതിൻ്റെ ബാക്കി കംപ്ലീറ്റ് ആക്കാനുണ്ട്, എസ്സേ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഒരു ഹാഫ് ഭാഗം വെച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. ഇത് ജസ്റ്റ് ഒരു നിർത്താൻ പറ്റിയൊരു പോയിൻ്റ് ആയതുകൊണ്ടാണ് ഇവിടെ നിർത്തുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ എന്നാണ് തുടങ്ങുക. അപ്പം എന്ത് ചെയ്യാം,
ഇതുവരെ ഒന്ന് നിർത്താൻ നെക്സ്റ്റ് വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് തന്നെ എന്ത് ചെയ്യുക കാണാം. അപ്പോൾ ഞാനിവിടെ വെച്ച് തൽക്കാലം നിർത്തുകയാണ്, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ് ഇവിടെ നിർത്തുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും നിർത്തുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ പ്രത്യേകം പറയുന്നത് എസ് എ കംപ്ലീറ്റ് ആയിട്ടില്ല. പാർഷ്യൽ വേവ് അനാലിസിസിൽ എസ് എ കംപ്ലീറ്റ് ആവണമെങ്കിൽ സ്കാറ്ററിങ് ആംപ്ലിറ്റ്യൂഡ്, സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ വരെ ലാസ്റ്റ് വരെ കാണണം. അതായിരിക്കും ക്വസ്റ്റ്യൻ വരിക. എന്താണ് ഫൈൻഡ് ഔട്ട് ദ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ ഇൻ പാർഷ്യൽ വേവ് അനാലിസിസ്. പാർഷ്യൽ വേവ് അനാലിസിസ് ലോ എനർജി സ്കാറ്ററിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേസ്, സ്കാറ്ററിങ് കേസ് അത്രയും ഓർത്താൽ മതി. അപ്പം അതോർക്ക് ഇവിടെ ഞാൻ ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് വീഡിയോ ഇതിന്ന് കണ്ടിന്യൂ ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യാം. അപ്പം ഇത്രയും വെച്ച് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.